പെർഫ്യൂംസ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാനൊരു പ്രവാസിയായ സമയത്ത് ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്ന ആളിനെ വളരെ സീനിയർ ആയിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം പല ആളുകളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകും. അദ്ദേഹം ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം എത്തിപ്പെട്ടത് ഗൾഫിലെ ഏറ്റവും ചൂടുള്ള സമയത്താണ്. ആ സമയത്ത് 45 up to 50 ഡിഗ്രി വരെ ചൂട് വരുന്ന സമയത്ത് വിയർത്തൊലിച്ചു പോകും. ആ സമയത്ത് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് പോയി. അദ്ദേഹം ഹൈലി ക്വാളിഫൈഡ് ആണ്. അദ്ദേഹം ഇന്റർവ്യൂ ബോർഡിന് മുന്നിലെത്തി. ആ ജോലിക്ക് അദ്ദേഹത്തിന്റെ യോഗ്യത വെച്ച് ആ ജോലി കിട്ടാൻ ഏറ്റവും സാധ്യതയും കൂടുതലായിരുന്നു. അദ്ദേഹം ഉള്ളിൽ കയറിയ സമയത്ത് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പരിശോധിച്ച ശേഷം ഇന്റർവ്യൂ ഉള്ള ആൾ പറഞ്ഞു പോകുന്നതിന് മുന്നേ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങൾ കാര്യം പറയുകയാണ്, നിങ്ങൾ സ്മെൽ നോട്ട് ഗുഡ്. നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ഡിസ്കംഫർട്ട് സ്മെല്ലാണ് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് ഉരുകിപ്പോയി എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് കയറിയപ്പോൾ തന്നെ ഫീൽ ചെയ്തിരുന്നു ഞാൻ വിയർപ്പ് നാറുന്നുണ്ടോ എന്നുള്ള സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല. ഇന്ന് അദ്ദേഹം വലിയൊരു നിലയിലാണ് മൂപ്പർ നിൽക്കുന്നത്. അതിനുശേഷം മൂപ്പരോട് ആര് ഒരു ജോലിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കും, അദ്ദേഹം പെർഫ്യൂമിനെ കുറിച്ച് ഊന്നി പറയും. കാരണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഇനി ആർക്കും വരരുത് എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തതിന് ഉറപ്പ് വരുന്നത് ഒപ്പം തന്നെ നിങ്ങൾ സ്മെൽ ഗുഡ് എന്ന സംഭവം കൂടി നിങ്ങൾ എൻഷുർ ചെയ്യണം. അതിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ പൈസ ചെലവാക്കിക്കോളൂ, നല്ല സ്മെല്ല് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ കീപ്പ് ചെയ്യണം. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെയധികം ഗൗരവത്തോടെ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ എന്നോട് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡാണ്, യു കീപ് സ്മെൽ ഗുഡ്.